ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ ഒരു ആപ്രിക്കോട്ട് റോസ് ആണെന്ന് പറയാം. ആപ്രിക്കോട്ട് റോസാണ്. അപ്പം ഇതിന് കുറേ ദിവസമായി ഞാൻ ഇതിനൊന്നും നോക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കിളിർത്ത് വരുന്ന ഇലകളൊക്കെ കണ്ടില്ലേ, എല്ലാം കരിഞ്ഞു പോയി. കണ്ടില്ലേ, എല്ലാം കരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നത് വെച്ച്. ഇന്ന് എനിക്ക് ഇച്ചിരി സമയം കിട്ടിയത്. ബാക്കി ഇതെല്ലാം കരിഞ്ഞ് നിൽക്കുക. കണ്ടില്ലേ, ഇതെല്ലാം വെട്ടി കൊടുക്കണം. ഇതെല്ലാം കരിഞ്ഞ് നിൽക്കുക. ഇതെല്ലാം വെട്ടി കൊടുക്കണം. പുതിയ കിളിർപ്പ് വരുന്നവരെ നമ്മുടെ പുതിയ കിളിർപ്പില്ലേ, അതെല്ലാം കരിഞ്ഞിട്ടുണ്ട്. ഫുള്ള് വീഡിയോ ഒക്കെ അത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഫുള്ള് കരിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ കണ്ടോ, എല്ലാം കരിഞ്ഞ് പോവുക. കാണാമോ? ഇപ്പോൾ കാണാമല്ലോ. കണ്ടോ, ഈ പുതിയ പൊട്ടി മുളച്ച് വരുന്നതാണ്. പക്ഷെ ഇതെല്ലാം കരിഞ്ഞു പോവുക. അത്രയ്ക്ക് വെയിലുണ്ട് ഇവിടെ. അതുമല്ല, ഇപ്പം ഒത്തിരി ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് എല്ലാം ഫുള്ള് കരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ കണ്ടോ, ഈ പകുതി വെച്ച് ഇവിടെ വെച്ച് വെട്ടിക്കളയണം. അപ്പം നമ്മളിങ്ങനെ ഓരോ കമ്പുകളിങ്ങനെ വെട്ടി നിർത്തി എല്ലാം ശരിയാക്കി ഒന്നുകൂടെ ഇതിനെ ഒന്ന് ഫ്രഷായി കൊടുക്കണം. ഞാനപ്പോൾ ഇന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് വെട്ടി വിട്ടാലേ നമുക്ക് വേറെ പുതിയ ബ്രാഞ്ചസ് വരുമല്ലോ. അപ്പം നമുക്ക് ഇത് വെട്ടി കഴിഞ്ഞിട്ട് പുതിയ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് ഇടാം. ഓക്കെ. അപ്പം ഇന്ന് ഇത് വെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് വന്നത്. വേറെ വിശേഷമായിട്ടൊന്നും വീഡിയോ ഒന്നുമില്ല. വിശേഷമായിട്ടൊരു വീഡിയോ ഇല്ല. ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഫുള്ള് നല്ലൊരു ബുഷായിട്ടിരിക്കുന്നൊരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം ചോടും ഇളക്കി കൊടുത്തിട്ടില്ല. ഫുള്ള് കരിയിലയാണ്. ചോട് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഞാൻ ഈ മാവിൻ്റെ വെള്ളവും അരി കഴുകിയതും പിന്നെ തൈര് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടാണ്. പക്ഷെ നിറച്ചും ബ്രാഞ്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം പുതിയ ബ്രാഞ്ചസാണ്. അപ്പം അത്ര ഉള്ളായിരുന്നു വീഡിയോ. പ്ലാന്റിൻ്റെ സൈസ് ഇത്ര ഉണ്ട്. നിറച്ച് ബുഷിയായിട്ട് നിന്ന ഒരു ബിസ്ക്കറ്റ് കളർ ഒരു റോസയാണ്. അത് ഞാൻ ആരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് ആപ്രിക്കോട്ട് റോസാ, ബിസ്ക്കറ്റ് റോസാ എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം നമുക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ പൂക്കളെയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പേരുകളൊക്കെ അറിയാം. പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ. നമുക്ക് റോസ് നോക്കിയാൽ പോരെ. അപ്പോൾ അത്രയാണ് വീഡിയോ. കണ്ടില്ലേ, ഇതെല്ലാം കരിഞ്ഞതാണ്. അല്ലാതെ പുതിയ നാമ്പ് പൊട്ടി മുളച്ചത് പക്ഷെ കരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അത്ര ഉള്ളായിരുന്നു വീഡിയോ. ഇനിയും വേറെ ഒരു ഷോർട്സായിട്ട് വീഡിയോ വെച്ചിട്ട് പിന്നെയും വരാം. ഓക്കെ. അപ്പോഴത്തേക്ക് വേറെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. താങ്ക് യു.